ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളായി ഈ ഒരു ഐറ്റത്തിന്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ആരും നാറ്റിക്കരുത്. ഒരു ചെറിയ ഒരു കയ്യബദ്ധം പറ്റിയതാണ്. ആർക്ക്? ലയാളുടെ പ്രൊഡ്യൂസർമാർക്ക് പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു കയ്യബദ്ധം. അതുകൊണ്ടാണ് ഇങ്ങനൊരു സാധനം നമ്മുടെ ഭൂമിയിൽ ജനിച്ചതും പിന്നെ ദേശീയ മുസ്ലിം എന്നാണ് പുള്ളീനെ അറിയപ്പെടുന്നത് കേട്ടോ. ആളെ പിടികിട്ടിയല്ലോ അല്ലേ? അപ്പൊ ഇയാളുടെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ ആയിട്ട് ഒരു കിടുക്കാച്ചി ട്രോൾ വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ചിരിക്കാൻ റെഡി ആണെങ്കിൽ വീഡിയോ കണ്ട് നന്നായിട്ട് അങ്ങോട്ട് ആസ്വദിച്ചോളൂ. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരുനാവായിൽ കുംഭമേള ആരംഭിച്ചത് ഏതാണ്ട് ഒരു 18 ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭമേളയായിരുന്നല്ലോ. അപ്പോൾ ഈ കുംഭമേളയിൽ നമ്മുടെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒന്നും നേതാക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ വക്താക്കളോ ഒന്നും ഈ കുംഭമേളയിൽ വന്നില്ല, അല്ലെങ്കിൽ ആ നദി പുണ്യ നദിയിൽ മുങ്ങിപ്പൊങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സംഘപരിവാർ വേട്ടാവളിയന്മാരും ഇതുപോലത്തെ ദേശീയ മുസംഗി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ഊളകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വീഡിയോ വന്നത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ 1-ാം നമ്പർ സെപ്റ്റി ടാങ്കായിട്ടുള്ള ചലം ചാനലിനകത്താണ് ഈ ഒരു സാധനം വന്നിരിക്കുന്നത്. സത്യം പറയാമല്ലോ, ഞാൻ ചിരിച്ച് മടുത്തു എന്ന് വേണം പറയാം. ഇവന്മാർ എവിടെ എന്ത് പരിപാടി നടത്തിയാലും അതെല്ലാം പൊളിഞ്ഞ് പണ്ടാരം അടങ്ങുന്ന കാഴ്ചകളാണല്ലോ നമ്മൾ സാധാരണ കാണാറുള്ളത് അല്ലേ? അപ്പോൾ എന്തായാലും ഈ വേട്ടാവളിയം പറയുന്നത് എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഇതിന് കൃത്യമായിട്ട് നല്ല അടിച്ചണ്ണാക്കി കയറ്റി കൊടുക്കുന്ന ഒരു കിടുക്കാച്ചി മറുപടി നമ്മുടെ സ്വരാജ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കുംഭമേള നടക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ വക്താക്കന്മാര് ഈ കുംഭമേളയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ താല്പര്യമാണെന്നൊക്കെ നമുക്ക് വെക്കാം. പക്ഷെ ഹിന്ദുക്കളുടെ മൊത്തം അട്ടിപ്പേർ അവകാശം പേര് നടക്കുന്ന സംഘപരിവാറിന്റെ എത്ര നേതാക്കന്മാർ ഈ പറയുന്ന കുംഭമേളയിൽ അല്ലെങ്കിൽ ഈ പുണ്യ നദിയിൽ വന്ന് സ്നാനം ചെയ്തിട്ടുണ്ട്? ഇങ്ങനത്തെ എന്തെങ്കിലും വാർത്തകൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? നിങ്ങൾ എവിടെയും കണ്ടു കാണത്തില്ല. അപ്പൊ ഈ ആവണക്കണയിൽ കടവറങ്ങുന്നവന്റെ നയം എന്ന് പറഞ്ഞ കണക്ക് ഇതേപോലെ വേട്ടാവളിയന്മാർ സംഘപരിവാർ കൊടുക്കുന്ന അമേദ്യം കഴിച്ചിട്ട് അത് അമൃതാണെന്നും പറഞ്ഞ് വന്നിരുന്ന് ഇതുപോലത്തെ വൃത്തികെട്ട സെപ്റ്റി ടാങ്കിലൊക്കെ വന്നിരുന്നുകൊണ്ട് തുപ്പുമ്പോഴേ ഈ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നത് ഉളുപ്പോ മാനോ ഉസുറോ പുളിയോ ഉണ്ടോടാ നിനക്കൊക്കെ? സത്യം പറയാലോ, വല്ലാത്തൊരവസ്ഥ തന്നെ. നമ്മുടെ മോദിജിയുടെ ഞെട്ടിക്കുന്ന ചില വാർത്തകളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ കാണേണ്ടി വരും. എന്തായാലും നമുക്ക് ഈ വേട്ടാവളിയൻ പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കാം. ഹജ്ജ് ക്യാമ്പിലും ഹജ്ജ് യാത്രയയപ്പുകളിലും തള്ളിക്കയറി വരാറുള്ള കോൺഗ്രസ് CPM നേതാക്കൾ കേരളത്തിലെ കുംഭമേളയിൽ കാണുന്നില്ലെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. എന്തുകൊണ്ടാണ് ഹിന്ദുമത വിശ്വാസികളുടെ പ്രാർത്ഥന ഇരു പാർട്ടിക്കാരും കാണാതെ പോകുന്നതെന്നും കോൺഗ്രസും CPM-ന്റെയും അപജയമാണിത് വ്യക്തമാക്കുന്നതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. തിരുനാവായ കുംഭമേള പുനർജനിച്ചപ്പോൾ ഇത് ഒരു വലിയ മഹാപാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സ്വന്തം കൂടപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത്. അങ്ങ് ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ട് പോലും ഇത്തരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു പരിപാടിക്ക് പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ CPM-ന്റെയോ ഒന്നും ഒരു നേതാക്കളെ പോലും ഇവിടെ കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സത്യത്തില് കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പറ്റിയ ഒരു വലിയ അപജയമാണ് കാണിക്കുന്നത്. ഇത് സ്മരണ ഉണ്ടല്ലോ, ഇതുകൊണ്ട് കോളടിച്ചത് ഇപ്പൊ ഇവനാ. ഞാനൊക്കെ ദേശീയ മുസ്ലിം എന്ന് പറയുന്നത് വെറുതെ അല്ല. വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. ഈ മഹത്തായ ആർഷ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമായി ജീവിക്കുന്ന ഒരു മുസൽമാൻ എന്ന നിലയിലാണ് ദേശീയ മുസ്ലിം എന്നുള്ള പ്രയോഗം തന്നെ ഞാൻ നടത്തിയിട്ടുള്ളത്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മോദിജി വന്നപ്പോൾ നടത്തിയിട്ടുള്ള ഒരു ഗംഭീര പ്രയോഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് മുസ്ലിം ലീഗ് ആയിക്കൊണ്ടിരിക്കുന്നു, വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ ഇറങ്ങി തിരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മവോയിസ്റ്റുകളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. ഇവിടെ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് തന്നെ ഒരു ഇടതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദയനീയമായ അവസ്ഥയാണ് കാണുന്നത്. പത്രോസേ, നീ എന്റെ മേൽ പള്ളി പണിയല്ലേ? വേസ്റ്റ് ആയതല്ലേ സ്ഥിരം അരച്ചുണ്ടയാക്കി കൊടുക്കുന്നേ. ആത്മീയത തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അണിനിരത്തിയ നേതാവായിരുന്നു ഗാന്ധിജി. ഗാന്ധിജിയെ ആര് കൊന്നു, എന്തിനു കൊന്നു, അത് മൂടിവെക്കാനാണ് വളരെ ആസൂത്രിതമായ ഒരു ശ്രമം കുറച്ചു കാലമായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ഗാന്ധിജിക്ക് പഠിക്കാനാണ് ശ്രമിച്ചത്. താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം. നിങ്ങൾ ആത്മീയതയെയും ഗാന്ധിയൊക്കെ തള്ളിപ്പറഞ്ഞതാണ് നിങ്ങൾ മുരടിച്ചു പോയത് എന്ന് ഹോച്ചിമിൻ ഒരു ഘട്ടത്തിൽ
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഉപദേശിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നാണ്. മഹാകുംഭമേളയെ, ഈ മഹോത്സവത്തെ അവഗണിച്ച കോൺഗ്രസിനോടും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തോടും നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. സർവശക്തൻ പൊറുക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. തീരെ അവഗണനയാണ് ബാക്കിയുള്ള പല ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത്. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഇവിടെ കാണാനുള്ളത്, ഇവിടെ എത്തിപ്പെടുന്നത് മുഴുവൻ BJP-ക്കാരും സംഘപ്രവർത്തകരും മാത്രമാണ്. അല്ലാതെ ഒരു കോൺഗ്രസ്സുകാരെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരെയും ഒന്നും ഇവിടെ കാണുന്നില്ല. ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ ഒരു തേങ്ങനോടെ അല്ലാതെ എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഒരു കോൺഗ്രസ്സുകാരെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരെയും ഒന്നും ഇവിടെ കാണുന്നില്ല. കണ്ടതായിട്ട് എനിക്കറിയത്തുമില്ല. അവരുടെ നേതാക്കന്മാർ, ഒത്തിരി ഭക്തന്മാർ വരെ ഉണ്ടായിരുന്നു. ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച്, പുഴയെ സ്നേഹിച്ച്, മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക്, നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്ന് എന്താ പറയല്ലേ, ചിരിക്കാൻ വയ്യ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? മറ്റൊരു മഹാത്മ എന്ന് പറഞ്ഞ കേട്ടില്ലേ, ഈ മഹാകുംഭമേളയിൽ കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും കാണാൻ സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഇവിടെ കാണുന്നത് മൊത്തം സംഘപരിവാറും BJP-യും ഈ തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ മാത്രമാണ് ഈ മഹാകുംഭമേളയിൽ കണ്ടെന്നാണ് ആ വേട്ടാവളിയൻ പറഞ്ഞത്. എടാ, കമ്മ്യൂണിസ്റ്റുകാർ ഈ വിശ്വാസമൊന്നും ഇല്ലാത്തവരാണെന്നുള്ളത് നിനക്ക് അറിയാലോ അല്ലേ? പിന്നെ അവർ പിന്നെ ഈ പരിപാടിക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഭൂലോക മണ്ടന്മാരാണല്ലോ. ഈ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ശാപമാണ് ഇതുപോലത്തെ ചില വേട്ടാവളിയന്മാർ. ദേശീയ മുസ്ലിം പറഞ്ഞത് കേട്ടല്ലോ, ഈ കിട്ടുന്നിടത്തൊക്കെ കയറി ഗോൾ അടിക്കുക എന്നുള്ളത് പുള്ളിയുടെ പഴയ ഒരു സ്റ്റൈലാട്ടോ. സത്യത്തിൽ ഇവനെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. ഇതിന്റെയൊക്കെ മറ്റേ പ്രൊഡ്യൂസർമാരെ പറഞ്ഞാൽ മതി. ഇതുപോലത്തെ ചില ആണുങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഈ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ സാധനമൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാണല്ലോ ചിരിച്ച് നമ്മുടെ ആ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. എന്താണേലും മഹാകുംഭമേളയിൽ ഈ പറയപ്പെടുന്ന ആൾക്കാരെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞത് അത് വളരെ സത്യമാണ് കേട്ടോ. ഇവിടുത്തെ നല്ല ഹൈന്ദവ മത വിശ്വാസികൾ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആരാധന, അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയൊക്കെ ഉണ്ട്. അതായത് ഇപ്പം രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ ദേവിയോടോ ദേവനോടൊക്കെ അവർ മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നമ്മൾ കേരളത്തിൽ സാധാരണ കാണാറുള്ള ഹൈന്ദവ മത വിശ്വാസികളുടെ ആചാരങ്ങളാണ്. പക്ഷെ അതിനൊക്കെ വിപരീത ഘടകമായിട്ടാണ് ഈ അഘോര സന്യാസിമാരും അല്ലെങ്കിൽ ഈ നാഗസന്യാസിമാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ തുണിയും കോണാനും ഒന്നും എടുക്കാതെ വന്ന് ഇവിടെ കിടന്ന് കാണിക്കുന്ന ഈ കാട്ടായം ഉണ്ടല്ലോ. ഞാൻ അതിനെ ഒരിക്കലും നിന്ദിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഞാൻ പുച്ഛിച്ച് തള്ളുകയൊന്നും അല്ല. നല്ല ഹൈന്ദവ മത വിശ്വാസികൾ ഇവരുടെ ആരാധനകളെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അതിനോടൊന്നും ഉൾക്കൊള്ളാൻ കേരളത്തിലെ നല്ല സത്യസന്ധരായിട്ടുള്ള വിശ്വാസികൾക്കൊന്നും സാധിക്കത്തില്ലെന്നേ. പിന്നെ സംഖ്യകൾ എല്ലാം ഉൾക്കൊള്ളുമല്ലോ, കാരണം അവര് കേരളത്തിൽ മറ്റവര് കാണിക്കുന്നത് എന്താണോ അതേ രീതിയിൽ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. എന്റെ പൊന്നോതുള്ള കുട്ടി, നീ വേറെ ലെവലാണ് കേട്ടോ. ഇജ്ജ് പൊള്ളിയാണെന്നേ. ഇജ്ജ് ഇവർ കൊടുക്കുന്ന മറ്റേ അമേദിയൊക്കെ അങ്ങോട്ട് കഴിച്ച് അമൃതാണെന്നും പറഞ്ഞ് വന്നിരുന്നോണ്ട് ഇതിനകത്ത് വന്നിരുന്നോണ്ട് ഇങ്ങനെ കുരയ്ക്കുമ്പോൾ സത്യം ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? മാനം അഭിമാനം ഉണ്ടോ നിനക്കൊക്കെ? എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇതിനെ കമന്റ് അറിയിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ഒരു രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.